ജില്ലയിൽ UDF സ്ഥാനാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി. സ്ഥാനാർത്ഥി TP അറുവയുടെ അമ്മ പോലീസിൽ പരാതി നൽകി. BJP പ്രവർത്തകനൊപ്പം മകൾ പോയെന്നാണ് അമ്മയുടെ ആരോപണം. നിഖിൽ അളവൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഇത് എന്താണ് സംഭവം? സംഭവം എന്താണ് എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് വല്ലാത്ത നെട്ടിപ്പിക്കുന്ന, ഇത് യഥാർത്ഥത്തിൽ നെട്ടിപ്പിക്കലാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊക്കെ കണ്ടല്ലോ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ എല്ലാ ശ്രദ്ധയും ഇപ്പോൾ തൻ്റെ പാർട്ടി ജയിക്കണം, അല്ലേ? അതിനുവേണ്ടി സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്ന ഓട്ടത്തിലാണ് പാർട്ടികൾ, ഓരോ പാർട്ടിയും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ കണ്ണൂർ ജില്ലയിലെ ഈ ചൊക്ലി പഞ്ചായത്തിലെ 9-ാം വാർഡിൽ ഈ പറയുന്ന പെൺകുട്ടിയെയാണ് ലീഗുകാർ കണ്ടെത്തുന്നത്. ഈ പറയുന്ന TP അറുവ എന്നു പേരായ ഈ പെൺകുട്ടിയുടെ ഹിസ്റ്ററികളൊന്നും അവർ പരിശോധിക്കുന്നില്ല. ഇത് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇതിലുള്ള ന്യൂസ് നിങ്ങൾ കണ്ടല്ലോ, ആ വീഡിയോ. അപ്പോൾ എന്തായെന്ന് ചോദിച്ചാൽ, 9-ാം വാർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹിജാബിട്ട്, അല്ലേ, നല്ല മറവോടുകൂടി, അള്ളാഹുവിനെ പേടിച്ച്, അവൻ്റെ റസൂലിനെ വഴിപ്പെട്ട്, അവൻ ഭർത്താവിനെ വഴിപ്പെട്ട്, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞതാണ് ഭർത്താവിനെ വഴിപ്പെടുക, ഭർത്താവിനെ ഭയപ്പെടലല്ല. മനസ്സിലാക്കണം, തെറ്റിദ്ധരിക്കരുത്. എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് മാന്യമായ രീതിയിൽ വീട്ടിൽ വീട്ടമ്മയായിക്കൊണ്ട് ജീവിക്കുക. അതിന് ഇന്നത്തെ പരിഷ്കൃതർക്ക് സമയമില്ല. അവർ പറയുന്ന ഫെമിനിസ്റ്റുകൾ പറയുന്നത് ഭർത്താവിൻ്റെ അടിമയായിട്ട് ഈ സിലു എന്ന് പറയുന്ന ഈ സിലു ടാക്സ് സെൽഹെ പോലെയുള്ള വലിയ ഇംഗ്ലീഷ് പറഞ്ഞ് ഈ പറയുന്ന ടീൻ എന്ന് പറഞ്ഞാൽ 20, 25, 30 ഇടയിലുള്ള പെൺകുട്ടികളെ ഒക്കെ സ്വന്തം കാലിൽ നിൽക്കണം, എന്നിട്ട് നിങ്ങൾ ഉയർന്നു വരണമെന്നൊക്കെ വളരെ ശക്തമായ രീതിയിൽ ആഹ്വാനം ചെയ്യുന്ന ഒരു പെണ്ണാണ് യഥാർത്ഥത്തിൽ ഈ സിലു. ആ സിലുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് അതിൻ്റെ ധാരാളം കമൻറ്റുകൾ ഞാൻ വായിച്ചിട്ട് നെട്ടിക്കുന്ന കമൻറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് കമൻ്റല്ല, എല്ലാത്തിനും മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, ഇത് തന്നെ. ആ സിലു പറയുന്നത് വല്ലാത്ത ഒരു വാക്കുകളാണ്. ഏകദേശം 35-40 ഒരു മണിക്കൂർ സമയം വരെ സ്ത്രീകളെ പിടിച്ചിരുത്തി ഇല്ലാത്ത കണ്ടന്റുകൾ ഒരു പ്രയോജനവുമില്ലാതെ മണിക്കൂറുകളോളം കെട്ടിയിട്ട് ഈ പെണ്ണുങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് പോലും 300-400K വ്യൂവേഴ്സ് വന്ന് നിറയുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. വീട്ടിൽ പണിയുള്ള പെണ്ണുങ്ങൾ ഇബാദത്തുകൾ പോലും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ പറയുന്ന തരത്തിലുള്ള വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. എന്ത് സന്ദേശമാണ് അതിൽ നിന്ന് കിട്ടുന്നത്? മാതാവാണ് ഇപ്പോൾ ചൊക്ലി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് അറുവ TP. 6-ാം തീയതി മുതൽ ഇവരെ കാണാതാവുകയായിരുന്നു. ഇപ്പോൾ ചൊക്ലി പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് BJP പ്രവർത്തകനായ റോഷിത് എന്നയാളുടെ കൂടെ പോയതായി സംശയിക്കുന്നു എന്നാണ്. ഏതായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴേക്കും ആളുകൾ മുഴുവൻ നിറയാണ്, അതിൻ്റെ വ്യൂവേഴ്സ്, വീട്ടമ്മമാര് കൂടുതൽ. അപ്പം ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ പെൺകുട്ടികളെ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഒരു ഭാഗത്ത് പരസ്യമായിട്ട് തന്നെ ഈ മതത്തിന് കളങ്കം ചാർത്തിക്കൊണ്ട് പെൺകുട്ടികളെ വശീകരിക്കാൻ, പെൺകുട്ടികളെ സദാചാര ബോധത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ വേണ്ടി വെമ്പുന്ന ഈ പറയുന്ന ജാമിദ ഒരു ഭാഗത്ത്, ആരിഫ് വേറൊരു ഭാഗത്ത്, ലിയാക്കത്ത് മറ്റൊരു ഭാഗത്ത്, 6-ാം നൂറ്റാണ്ടിൻ്റെ മതക്കാർ കണ്ടില്ലേ? അപ്പോൾ ഇവളെന്താണ്, ഇവൾ ഹിജാബ് ഇട്ടിട്ടുണ്ട്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞെട്ടിക്കുന്ന വാർത്ത. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. എന്താ ഈ പറഞ്ഞത്? ഈ ലീഗുകാർക്ക് ഈ സ്ഥാനാർത്ഥിയെ തേടി പിടിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2 കുട്ടികളും 3 മാസം ഗർഭിണിയുമായ ഈ പെണ്ണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇലക്ഷനോടനുബന്ധിച്ച് മാത്രമല്ല പുറത്തിറങ്ങിയിട്ടുള്ളത്. അവരുടെ ഉപ്പയെക്കുറിച്ച് പരാമർശമേ കേൾക്കുന്നില്ല. മറിച്ച് ഈ ഒരു സംഭവം കൂടെ പരാതിയായിട്ട് പോലീസിലെത്തിയിട്ടുള്ളത് ഉമ്മയാണ്. അപ്പോൾ ഉപ്പ എവിടെയാണ്? ഭർത്താവ് എവിടെയാണ്? ഭർത്താവുമായിട്ട് എന്തോ ചില പിണക്കങ്ങൾ ഉണ്ടായിട്ട് അവളുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്, അല്ലേ? സാധാരണ രീതിയിൽ നമ്മളൊരു പെൺകുട്ടിയെ കെട്ടിച്ചു വിട്ടാൽ സാധാരണ രീതിയിൽ ആ പെൺകുട്ടിയുടെ കുടുംബങ്ങൾക്ക്, ഭർത്താവിനും മറ്റുള്ളവർക്കുമാണ് കൂടുതൽ ബേജാറുണ്ടാവുക, അല്ലേ? ഇത് ആ കാര്യങ്ങളൊന്നും അറിയുന്നില്ല അവർ. ആ ഭർത്താവ് ഗൾഫിലാണോ, അതല്ല നാട്ടിലുണ്ടോ, സൗന്ദര്യ പിണക്കമുണ്ടോ, ഇതൊന്നും ഈ രാഷ്ട്രീയക്കാർക്ക് അന്വേഷിക്കേണ്ട വിഷയമേ അല്ല.
അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ തനിങ്ങൾക്ക് കിട്ടുക, അത്രയേ ഉള്ളൂ. എല്ലാ പെണ്ണുങ്ങളും ഈ സ്ഥാനാർത്ഥിയാവാനൊന്നും തയ്യാറല്ല. ആലോചിച്ച് നോക്കൂ. ഇതിൽ പ്രസക്തമായ ഒരു കമൻറ്റ് ഞാനിതിൽ വെക്കുന്നുണ്ട്. ആ കമൻറ്റ് വളരെ അർത്ഥപൂർണമാണ്. 265ഓളം ലൈക്കുകൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കിട്ടിയിട്ടുള്ള ഒരു കമൻ്റാണ്. എന്താണ്? ഇതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം പൊതുരംഗത്ത് സ്ത്രീകൾ വരരുത് എന്ന് പറയുന്നത് എന്ന കമൻ്റാണ്. ആബിദ് എന്ന് പേരായ ഒരു പെണ്ണിൻ്റെ തന്നെ, ഒരു പെൺകുട്ടിയുടെ തന്നെ ഒരു കമൻ്റാണിത്. വളരെ ഹൈലൈറ്റ് ചെയ്ത് വളരെ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട ഒരു കമൻറ്റ്. സത്യമാണത്. അടുക്കളയിൽ തളച്ചിടുന്നു മുസ്ലിങ്ങളെ എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നോക്കൂ, ഈ സമുദായത്തെ പുറത്തേക്ക് കൊണ്ടുവരപ്പെട്ടാൽ പിന്നീട് അവരെ അകത്താക്കാൻ പ്രയാസമാണ്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ കണ്ണൂർ ജില്ലയിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് മുമ്പാണ്, ഏകദേശം മാസങ്ങൾക്ക് മുമ്പ്, ഒരു പെൺകുട്ടിയെ ഇതേ രീതിയിൽ ചാടിച്ച ഒരു കിരൺ. ആലോചിച്ച് നോക്കൂ. അവൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ രൂപം ധരിച്ച് അല്ലേ, ആ പെൺകുട്ടിയെ ദിയ ഫാത്തിമ എന്ന് പേരായ ആ പെൺകുട്ടിയെ നോക്കൂ, ഹിജാബും ഒക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടിയും യാത്ര ചെയ്തിരുന്നത്. അവനെ വിശ്വസിച്ചുകൊണ്ട് ഏകദേശം 1-2 മാസത്തോളം കാറിൽ യാത്ര എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ക്ലിനിക്കിലേക്കും ക്ലിനിക്കിൽ നിന്ന് വീട്ടിലേക്കും ഏതു സമയത്തും കൊണ്ടുപോകുവാനുള്ള ഒരു ലൈസൻസ് ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന കിരണിന്. അങ്ങനെയാണ് ചാടിച്ചു കൊണ്ടുപോയി രജിസ്റ്റർ ഓഫീസിലോ മറ്റോ വെച്ച് വിവാഹം ചെയ്തു. പിന്നീട് ഈ പെൺകുട്ടി അനുഭവിച്ച പീഡനങ്ങൾ എല്ലാം തുറന്നു പറയുന്നുണ്ട്. എന്നിട്ട് അതിനെക്കുറിച്ച് വ്ളോഗ് ചെയ്തിട്ടുള്ള വ്ളോഗർമാരെ പോലുമാണ് കേസെടുത്തിട്ടുള്ളത്. ഇതുവരെയും കിരണിൻ്റെ പേരിൽ ഒരൊറ്റ കേസും എടുത്തിട്ടില്ല. എന്തായെന്ന് മനസ്സിലാക്കേണ്ടത്, ഫാസിസ്റ്റുകൾ തന്ത്രപരമായിട്ട് കളിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ മേഖലകളിലും ശക്തിമത്തായിട്ടുള്ള രീതിയിൽ ഇവരുടെ തലപ്പത്ത് എല്ലാവരുമുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ മക്കളെ ശ്രദ്ധിക്കണം. ആലോചിച്ച് നോക്കൂ. ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ എന്തിനാണ് ആരോഗ്യമുണ്ടാക്കി തൻ്റെ വീട്ടിൽ തന്നെ ഗർഭിണിയായിക്കൊണ്ട് വന്നിരിക്കുന്നത്? ഇവനുമായിട്ടുള്ള പ്രണയം, ആ പ്രണയം ആദ്യമേ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല, അറിയാൻ കഴിയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന റോഷൻ മറ്റോ ആണ് ആ BJP-കാരൻ്റെ പേര്. അവനുമായിട്ടുള്ള പരിചയം കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഉണ്ട്. അതല്ല എങ്കിൽ ഈ പെൺകുട്ടി ഒളിച്ചോടി പോവേണ്ടത് ലീഗ് പ്രവർത്തകരോടോ അല്ലെങ്കിൽ UDF പ്രവർത്തകരോടൊപ്പമായിരുന്നു ചാടിപ്പോവേണ്ടിയിരുന്നത്. കാരണം ഈയിടെയല്ലേ ഇപ്പോൾ ഇലക്ഷൻ വന്നിട്ടുള്ളൂ. ഇതിനു മുമ്പ് തന്നെ മാത്രമല്ല, അവൾ ബന്ധപ്പെടുന്നതും അവൾ അവളെ സ്ഥാനാർത്ഥിയാക്കിയതുമൊക്കെ ഈ UDF-കാരാണ്. അപ്പോൾ ആ UDF-ലുള്ള ആരുമല്ല അവളെ ചാടിച്ചിട്ടുള്ളത്, മറിച്ച് BJP-കാരനാണ്. അപ്പോൾ വളരെ തന്ത്രപരമായി പുറത്തിറങ്ങിയതിന് ശേഷം, അഥവാ പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുവരപ്പെട്ടതിന് ശേഷമാണോ ഈ BJP-കാരൻ തന്ത്രം സ്വീകരിച്ചത്? അതല്ല, ഇതിനു മുമ്പ് തന്നെ ഈ പറയുന്ന BJP-കാരനുമായിട്ട് ഈ അറുവ ബന്ധപ്പെട്ടിരുന്നോ? ആദ്യം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലായിരിക്കാനാണ് സാധ്യത കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ ആദ്യ സ്പർശനം നോക്കൂ, ഒരു സ്പർശനത്തിന് സമയം കിട്ടിയാൽ മാത്രമാണ് ഒരു സ്ത്രീ മറ്റൊരു പുരുഷൻ ആ പുരുഷനുമായിട്ടുള്ള ബന്ധം തുടരുക. ഇപ്പം നമ്മളൊക്കെ അറിയാൻ കഴിയും. ശ്രീഹരി എന്നു പേരായിട്ടുള്ള ഒരു സംഖ്യയാണ് സഫാന എന്ന് പറയുന്ന പെണ്ണിനെ ചാടിച്ചത്. ഞാൻ ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ അവരുടെ അവസ്ഥ? കട്ടപ്പുകയാണ്. പ്രായമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവരുടെ മാതാപിതാക്കൾ, ഒരു സഹോദരന് പോലും വിവാഹം സാധ്യമാവാതെ ബുദ്ധിമുട്ടുന്നു. അതോടൊപ്പം തന്നെ നമുക്കൊക്കെ അറിയാം, ഫിദ എന്നു പേരായ ഒരു പെൺകുട്ടിയെ ചാടിച്ചുകൊണ്ട് നിഖിൽ എന്ന ഒരു സഖാവ്, നിഖിൽ എന്നാ പറയുക, ആ കുടുംബജീവിതവും പൂർണ്ണമായിട്ടും ഇപ്പോൾ എന്തായിരിക്കുന്നു? ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ചാടിപ്പോയിട്ടുള്ള അൽഫിയ ചാടി, ഈ ഫിദ ചാടി, സഫാന ചാടിയവരെ കുറിച്ചൊന്നും തന്നെ പിന്നീട് വാർത്തകളൊന്നും വരുന്നില്ല. എന്തുകൊണ്ട്? അവരെക്കുറിച്ച് അറിയാനും അന്വേഷിക്കാനും അവരുടെ കുടുംബങ്ങൾ പിന്നീട് മെനക്കെടുന്നില്ല. ആലോചിച്ച് നോക്കൂ. വല്ലതും വിവരം കിട്ടുമ്പോൾ വ്ളോഗർമാർ മാത്രമാണ് ഇത്തരത്തിലുള്ള വ്ളോഗുകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അതിൽ നിന്നാണ് എന്തെങ്കിലും ചെറിയ വിവരങ്ങളെങ്കിലും കിട്ടുന്നത്. ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വല്ലാത്ത ഒരു സങ്കടകരമായ അവസ്ഥയാണ്. മാത്രമല്ല, ഇത്രയും കാലം ഭർത്താവുമായി പിണങ്ങി നിന്ന ആ ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടി നോക്കൂ. ആ പെൺകുട്ടി എന്തൊരു കാരണത്താലാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഭർത്താവിൻ്റെ കുടുംബവുമായിട്ടോ ഭർത്താവുമായിട്ടോ പിണക്കത്തിലായിട്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കാൻ കുടുംബങ്ങളോ ഈ പറയുന്ന പാർട്ടിക്കാരോ ഉണ്ടായില്ല.
മറിച്ച് ഇതൊരു ഭർത്താവിൻ്റെ പോലും സമ്മതമില്ലാതെയായിരിക്കും യഥാർത്ഥത്തിൽ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നത്, അല്ലേ? ആലോചിച്ച് നോക്കി. ഇതാണ്. അതല്ല ഇനി സ്ഥാനാർത്ഥി ആയതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ട് ആ ഭർത്താവ് തെറ്റിയതാണോ, എന്താണ് സംഭവം എന്നൊന്നും അറിഞ്ഞുകൂടാ. ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു അറിവുകൾ കിട്ടൂ. എന്ത് തന്നെയായാലും കിട്ടുന്ന മുറക്ക് അറിയുന്നവർ സത്യസന്ധമായ കമൻറ്റുകൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.